നമസ്കാരം എല്ലാ പ്രേക്ഷകർക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഒരു എക്സിറ്റ് പോളിൻ്റെ ഫലമൊക്കെ വന്നതിൻ്റെ പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും ചേരുന്നത്. അപ്പോൾ രാജ്യത്തെ ഭരണത്തിലേക്ക് വീണ്ടും BJP എത്തുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. കേരളത്തിലും വളരെ അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 3 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാമെന്നുള്ളതൊക്കെയാണ് പ്രവചനം. എന്താണെങ്കിലും ഈ എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ പ്രതികരണങ്ങൾ, അതിൻ്റെ വിലയിരുത്തലൊക്കെ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഹാട്രിക് വിജയം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 300-ലധികം സീറ്റുകൾ നേടി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഇന്ത്യ ഭരിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പരമാവധി 150 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് കണക്കുകൾ. BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുറത്തു വന്ന കണക്കെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള എക്സിറ്റ് പോളുകളാണ് എന്നും വിശ്വസിക്കുന്നില്ല എന്നുമാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതികരണം. BJP വിരുദ്ധ ചേരി ഒന്നിച്ചു നിന്നിട്ടും മോദി പ്രഭാവം തടുക്കാനായില്ല. ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന ഫലങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് മോദിക്ക് 3-ാം ഊഴം. BJPക്ക് ഒറ്റയ്ക്ക് 320 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. NDA മുന്നണി 380 സീറ്റ് വരെ നേടിയേക്കാമെന്ന് ഒട്ടുമിക്ക സർവേകളും പറയുന്നു. പക്ഷേ BJP അവകാശപ്പെട്ടതുപോലെ 400 സീറ്റിലേക്ക് എത്തില്ലെന്നാണ് ഭൂരിപക്ഷ സർവേകളുടെയും കണ്ടെത്തൽ. വിവിധ എക്സിറ്റ് പോൾ കണക്കുകൾ പ്രവചിക്കുന്നതിങ്ങനെ. ജൻ കി ബാത്ത് പറയുന്നു NDA 377 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 151 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 15 സീറ്റുകൾ നേടും. റിപ്പബ്ലിക് മാർക്ക് NDAക്ക് 359 സീറ്റാണ് നൽകുന്നത്. ഇന്ത്യ മുന്നണി 154 സീറ്റ് നേടും. മറ്റുള്ളവർ 30. ന്യൂസ് എക്സ് സർവേയിൽ NDAക്ക് 371 സീറ്റുകൾ ലഭിക്കും. ഇന്ത്യ മുന്നണി 125 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 47 സീറ്റ്. മാട്രിക്സിന്റെ സർവേയിൽ NDA 353 മുതൽ 368 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 118 മുതൽ 133 സീറ്റുകൾ വരെ. മറ്റുള്ളവർ 43 മുതൽ 48 സീറ്റുകൾ വരെ. ഡി ഡൈനാമിക്സ് NDAക്ക് നൽകുന്നത് 371 സീറ്റുകളാണ്. ഇന്ത്യ മുന്നണി 125 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 47. CNXന്റെ സർവേയിൽ ഇങ്ങനെയാണ്: NDA 401 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 139 സീറ്റുകൾ നേടും. മറ്റുള്ളവർ 38. ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും BJPയുടെ തേരോട്ടം തന്നെ. UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിനായില്ല. പശ്ചിമബംഗാളിൽ മമതയ്ക്ക് വെല്ലുവിളി ഉയർത്തി BJP സീറ്റ് നില വർദ്ധിപ്പിക്കും. ബംഗാളിൽ കോൺഗ്രസ് CPM സഖ്യം ഒരു സീറ്റ് പോലും നേടില്ല. അരവിന്ദ് കെജ്രിവാളും AAPയും തരംഗമായതിന്റെ സൂചന എക്സിറ്റ് പോളിലില്ല. പരമ്പരാഗത ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ BJPക്ക് വെല്ലുവിളി ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാവില്ല. തമിഴ്നാട് ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും വിവിധ സർവേകൾ പറയുന്നു. പഞ്ചാബിലും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും. പക്ഷേ മണിപ്പൂരടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം BJPയുടെ തേരോട്ടമാണ്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്തി NDA നേട്ടമുണ്ടാക്കും. ജഗൻമോഹൻ റെഡ്ഡി വൻ തിരിച്ചടി നേരിടും. തെലങ്കാനയിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പമാണ്. BRS തകർന്നടിയും. കർണാടകയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമില്ല. BJP നില മെച്ചപ്പെടുത്തും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും BJPക്ക് തന്നെയാണ് നേട്ടം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിൽ UDFന്റെ തരംഗമാണ് എന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത്. UDF 15-ലധികം സീറ്റുകളിൽ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എക്സിറ്റ് പോൾ കണക്കുകളിൽ ഒരുപോലെ ആശങ്കയും ആശ്വാസവും പ്രകടിപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ UDFന് ആശ്വസിക്കാം. കേരളം UDF തൂത്തുവാരുമെന്നാണ് എക്സിറ്റ് പോളുകൾ. 15 മുതൽ 19 സീറ്റ് വരെ UDFന് ലഭിക്കാമെന്നാണ് കണക്കുകൾ. എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് LDFന് ശക്തമായ തിരിച്ചടി. എക്സിറ്റ് പോളുകൾ LDFന് നൽകുന്ന പരമാവധി സീറ്റുകൾ 5. കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യവും ABC സി വോട്ടർ സർവേ തള്ളിക്കളയുന്നില്ല. വിവിധ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ ഇങ്ങനെ. CNN ന്യൂസ് 18 മെഗാപോൾ സർവേ UDFന് 15 മുതൽ 18 സീറ്റ് വരെ, LDFന് 2 മുതൽ 5 സീറ്റ് വരെ, NDAക്ക് 1 മുതൽ 3 വരെ. ടൈംസ് നൗ ETG UDFന് 14 മുതൽ 15 സീറ്റ് വരെ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. LDF പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം
മാധ്യമങ്ങളോട് മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഇന്ത്യ സഖ്യം 295 സീറ്റ് നേടുമെന്നാണ്. ഏതായാലും ആ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ NDAക്ക് തുടർച്ചയായ ഹാട്രിക് നൽകുന്നതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രത്യേകിച്ച് BJPയുടെ ഇത്തവണത്തെ മുദ്രാവാക്യം തന്നെ 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ ഈ പുറത്തു വന്ന സർവേകളിൽ 3 സർവേകളെങ്കിലും BJPക്ക് 400-നടുത്ത് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതായത് 370 മുതൽ 400 സീറ്റ് വരെ BJPക്ക് NDAക്ക് ലഭിക്കാം എന്ന പ്രവചനം നടത്തിയിരുന്നു. അതുമാത്രമല്ല ഏതാണ്ട് 10 സർവേകൾ BJPക്ക് NDA സഖ്യത്തിന് 350 സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായ 3ാം തവണയും കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങൾ. ഏതായാലും നിലവിലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തില്ല. ഈ എക്സിറ്റ് പോൾ ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, BJP അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഈ എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റം പ്രകടമാണ്. കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടും എന്ന പ്രവചനം എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ സീറ്റുകൾ നേടാതെ പോയ സംസ്ഥാനമാണ് ആന്ധ്ര. 2014 TDPയുമായുള്ള സഖ്യത്തിൽ BJPക്ക് അവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ തുടരുക. ഇപ്പോൾ രാകേഷ് സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ തെക്കേ ഇന്ത്യയിലെ തെക്കേ കേരളത്തിലെ വിവരങ്ങൾ അത് MG മിഥുൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. രാകേഷ് തുടരണം. മിഥുൻ, ഈ കേരളത്തിൽ BJP വലിയ കുതിപ്പുണ്ടാക്കും എന്നുള്ള സർവേകളാണ് ഭൂരിപക്ഷവും വരുന്നത്. അതായത് 27% വോട്ട് ഷെയർ എന്നൊക്കെയാണ് സർവേകളിൽ വരുന്ന കാര്യം. മിക്ക സർവേകളും 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അത് പ്രതീക്ഷിക്കേണ്ടത് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ള വിലയിരുത്തലുകളാണുള്ളത്. അപ്പോൾ ഈ BJP കേന്ദ്രങ്ങൾ ഈ സർവേയെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അതിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കലുണ്ടോ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്? എൽദോ, BJP കേന്ദ്രങ്ങളിൽ വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാവുകയാണ് എങ്കിൽ അത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായി നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം 15% വോട്ട് വിഹിതം മാത്രമാണ് BJPക്ക് കേരളത്തിലുള്ളത്. അത് 27% ഉയരുമെന്നുള്ളൊരു പ്രവചനമാണ് ഭൂരിഭാഗം സർവേകളും പറയുകയും ചെയ്യുന്നത്. 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭ്യമാകും. അത് തെക്കൻ കേരളത്തിൽ നിന്നാണ് 2 സീറ്റുകൾ ലഭിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ 2 സീറ്റുകളും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും ഈ ഒരു വിജയത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവചനം കൂടിയാണ് ഈ എക്സിറ്റ് പോളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് BJP ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നു. പക്ഷേ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കടന്നുവരവ് അത് വലിയ രീതിയിൽ തന്നെ BJPക്ക് വലിയ ഉണർവ് നൽകുന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വപൗരൻ കൂടിയായി UDF ഉയർത്തിക്കാട്ടിയിട്ടുള്ള 3ാമത്തെ ടീമിൽ നിൽക്കുന്ന ശശി തരൂര് അദ്ദേഹം വീണ്ടും വിജയിച്ച് കയറുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. ഒരു കാരണവശാലും BJP ഇവിടെ വിജയിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ മുൻകാലങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ BJP വിജയിച്ച് കയറുമെന്നുള്ളൊരു വിശ്വാസം അവർ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അത് BJPക്ക് കനത്ത തിരിച്ചടിയാവുകയും ഒപ്പം തന്നെ UDFന് അത് നേട്ടമാവുകയും ചെയ്യുന്നതാണ് പലകുറി നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിലാണ് ഏറ്റവും സർപ്രൈസ് ആയിട്ട് ഇത്തരത്തിലൊരു പ്രവചനം വന്നത്. ആറ്റിങ്ങലിൽ V മുരളീധരൻ വിജയിക്കുമെന്നുള്ള പ്രവചനം പല എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇത് നിയമസഭാ മണ്ഡലങ്ങളെല്ലാം കണക്കിൽ നോക്കുമ്പോൾ അത് പ്രധാനമായും LDFന് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയാണ് അടൂർ പ്രകാശിനെ ഇറക്കി ആ മണ്ഡലം UDF കൈക്കൊള്ളുന്നത്, UDF തിരികെ പിടിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു.
ചെയ്യുന്നത്. അത് തവണ വി ജോയിയെ, അതായത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇറക്കിക്കൊണ്ട് തന്നെ ആ മണ്ഡലം തിരികെ LDF ക്യാമ്പിലേക്ക് തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനം LDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത്തരത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ എങ്ങനെ വിജയിച്ചു കയറുമെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവചനം വന്നത് എന്നുള്ളൊരു ചോദ്യം ഇരു പാർട്ടി നേതാക്കളും പങ്കുവെക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും UDF ക്യാമ്പും ഒപ്പം തന്നെ LDF ക്യാമ്പും ഈ പ്രവചനങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ബലം വരട്ടെ, അശാസ്ത്രീയമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. BJPക്ക് അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, ജനങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്. ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നുള്ളൊരു വാദം ഇരു മുന്നണികളും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റു മണ്ഡലങ്ങൾ അത് UDFന് കൂടുതൽ മേൽക്കൈ നൽകുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് UDFന്റെ ഒരു തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2019 അപേക്ഷിച്ച് LDFന് ഇത്തവണ നിലമെച്ചപ്പെടാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അതിലേറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കുകയാണെങ്കിൽ ABPC വോട്ടർ സർവേയുടെ ഒരു ഫലം തന്നെയാണ്. 0 സീറ്റുകൾ മാത്രമാണ് LDFന് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ 1 മുതൽ 3 വരെ സീറ്റുകൾ അവർ NDAക്ക് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിലേക്കൊരു കാര്യങ്ങളൊക്കെ പോവോ എന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 15 മുതൽ 17 സീറ്റുകൾ വരെ UDFന് ലഭ്യമാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആന്റി ഇൻക്യുബേറ്ററി ഫാക്ടർ വലിയ രീതിയിൽ സർക്കാരിനെതിരെ നിലനിൽച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വോട്ടായി മാറുമെന്ന് എന്തായാലും UDF കേന്ദ്രങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും BJP ഇവിടെ നിലം തൊടില്ല. ഒരു സീറ്റ് പോലും വിജയിക്കാൻ BJPക്ക് സാധിക്കില്ല. അത് തൃശ്ശൂരാകട്ടെ, അവിടെ പോലും BJPക്ക് നിലകൊള്ളാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതൃത്വങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കണക്കുകൾ മാറ്റി നിർത്തിയാൽ 27% എന്നുള്ളൊരു വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോൾ അത് LDF ക്യാമ്പിനെ സംബന്ധിച്ച് LDF ക്യാമ്പിന്റെ വോട്ട് വിഹിതത്തെക്കാൾ 2% കുറവ് മാത്രമായിരിക്കും അങ്ങനെയെങ്കിൽ BJPക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ പ്രവചനങ്ങൾ വരുന്നത്. LDFനെ സംബന്ധിച്ച് ഭരിക്കുന്ന മുന്നണിയാണ്. LDFനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതെല്ലാം പൂർണ്ണമായും ഇരു മുന്നണികളും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഒരു കാരണവശാലും BJP ഇവിടെ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ UDF ക്യാമ്പും ഒപ്പം തന്നെ LDF ക്യാമ്പും പങ്കുവെക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ ഡാനി പോളിലേക്ക് പോകുന്നു. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നത്. ഡാനി, ഈ മധ്യ കേരളത്തിലെ സ്ഥിതി അത് എങ്ങനെയാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലും ആശങ്കയും ഒക്കെ എല്ലാ മുന്നണികൾക്കുമുണ്ട്. ഈ സർവേകളിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കണക്ക്, അതായത് ഈ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും കൃത്യമായി BJPക്ക് വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കുകളൊക്കെ കൃത്യമായി NDA ക്യാമ്പിന് ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ മധ്യ കേരളത്തിലെ ഒരു പൊതുവിലയിരുത്തൽ എന്താണ്? അവിടെ UDFന് അത്യാവശ്യം മേധാവിത്വം പറയാവുന്ന മണ്ഡലങ്ങളാണ് മധ്യ കേരളത്തിലുള്ളത്. പക്ഷെ അപ്പോൾ പോലും ശക്തമായ പോരാട്ടം LDF കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. എന്താണ് അവിടെയുള്ള പൊതുവിലയിരുത്തൽ? എൽദോ, മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ഇടതുമുന്നണിക്ക് അതിൽ ആലപ്പുഴയിൽ മാത്രമായിരുന്നു അതിൽ എടുത്ത് പറയാവുന്ന, അവർക്ക് ഒരടയാളപ്പെടുത്തൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ആലപ്പുഴയിലായിരുന്നു. ബാക്കി മുഴുവനായും തന്നെയും മറ്റു ജില്ലകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ UDFന്റെ ഒരു സമഗ്രാധിപത്യം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൽ നിന്ന് ഒട്ടും മാറ്റം സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെ UDF നിൽക്കുമ്പോൾ ആലപ്പുഴ പോലും ഇനിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതെല്ലാം തന്നെ നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിലും ആലപ്പുഴ പോലും അവർ പിടിച്ചെടുക്കുന്ന വിശ്വാസത്തിൽ UDF നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആലപ്പുഴ നിലനിർത്തുകയും മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പിന്നീട് ഇപ്പോൾ വന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പേരിൽ കോട്ടയം ഇടതുമുന്നണിക്കൊപ്പം ചേർക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കോട്ടയം കൂടി, ആലപ്പുഴയും കോട്ടയവും ഒപ്പം മറ്റ് ജില്ലകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് പൊതുവിലുമുള്ളത്. പക്ഷേ ഒന്നും വിട്ടുകൊടുക്കില്ല. പൂർണ്ണമായും മധ്യ കേരളം തങ്ങളുടെ സമഗ്രാധിപത്യത്തിലേക്ക് തന്നെ വരുമെന്ന വിശ്വാസത്തിൽ UDF മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ നേരത്തെയും സൂചകങ്ങൾ ഉണ്ടായിരുന്നത് മധ്യ കേരളത്തിൽ ഒരു സീറ്റ് BJP എന്ന രീതിയിലാണ്. ഇപ്പോൾ പല എക്സിറ്റ് പോളുകളുടെയും സൂചനകൾ BJPക്ക് NDAക്ക് സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാകാനുള്ളൊരു സാധ്യത പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായി നമ്മൾ പലകുറി ചർച്ച ചെയ്ത തൃശ്ശൂരിലടക്കം
തൃശ്ശൂരിൽ അത്തരമൊരു സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടി തന്നെ ഒരു വളരെ ആത്മവിശ്വാസത്തിൻ്റെ മുന്നിൽ തന്നെയാണ് NDA ഉള്ളത്, BJP ഉള്ളത്. കാരണം അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമുണ്ടായത്. കാരണം എല്ലാ തവണയും തൃശ്ശൂരിൽ വോട്ടിംഗ് ഷെയർ കൂടുതൽ വരുന്നുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അത് 28% അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. കാരണം 2,93,000-ലധികം വോട്ടിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. കാരണം 3 ലക്ഷത്തോളം വോട്ടുകൾ എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പ്രതാപനുണ്ടായിരുന്നത്, UDF-നുണ്ടായിരുന്നത് 38 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ അടുക്കുകയും അവർക്ക് മേധാവിത്വമുണ്ടാക്കാൻ ശ്രമിക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. ഇക്കുറി അതിൽ മാറ്റമുണ്ടാകും, തങ്ങൾക്ക് വിജയമുണ്ടാകും തൃശ്ശൂരിലെന്ന് പറയുന്നു. അവിടെയാണ് നേരത്തെ എൽദോ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് നൽകുന്ന ആഹ്ലാദം ചെറുതല്ല. കാരണം മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. മധ്യ കേരളത്തിൽ അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുക ഒരു സ്വാഭാവിക പ്രവണതയിലൂടെ അത് തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും ഒപ്പം തന്നെ അവിടെ പല തവണയായി കേന്ദ്ര നേതാക്കൾ വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം അവിടെ പലകുറി ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതാക്കളുടെ സന്ദർശനം ഇതെല്ലാം തന്നെയും അവിടെയുള്ള BJP പ്രവർത്തകരെ ഒന്നാകെ ഉണർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ വലിയ രീതിയിൽ ഒരു അടുപ്പവും അനുഭാവവും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മതമേലധ്യക്ഷന്മാരുമായി മാത്രമല്ല ഓരോ ഇടവകകൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ BJP അവിടെ പ്രചാരണങ്ങൾ ശക്തമാക്കുകയുണ്ടായി. അതെല്ലാം തന്നെ അവരെ കൂടുതൽ ഇന്ത്യയിലേക്ക് അടുപ്പിച്ചു നിർത്തുന്ന ഒരു ചിന്ത അവിടെ രൂഢമാണ്. അപ്പോൾ അത്തരം അത്ഭുതങ്ങളും മാറ്റങ്ങളും അവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇത് കൃത്യമായ രീതിയിൽ അജണ്ടകളോടുകൂടി നടത്തുന്ന BJPയുടെ ഈ സ്നേഹപ്രകടനങ്ങൾ തിരിച്ചറിയാനായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളും ഒപ്പം തന്നെ UDF ക്യാമ്പും എല്ലാം തന്നെ പൊതുവിൽ കരുതുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് BJP തൃശ്ശൂർ കീഴടക്കില്ല എന്നൊരു വിശ്വാസമാണ് മറ്റ് മുന്നണികൾ പങ്കിടുകയും ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ എറണാകുളവും എല്ലായിടത്തും തന്നെ UDF-ൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളാണ്. അതിൽ മാറ്റമുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇവർ നിലകൊള്ളുന്നത്. എന്തായാലും ഈ ഫലസൂചനകൾ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഞാൻ MS അനീഷ് കുമാറിലേക്ക് പോവുകയാണ്, കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ സർവേയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത പല സർവേകളും എടുത്തു കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അത്രമാത്രം പ്രസക്തമാണല്ലോ രാഹുൽ ഗാന്ധിയുടെ മത്സരഫലം എന്നുള്ളത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെ ഒരു സൂചന നൽകുന്നു. മറ്റൊന്ന്, CPM-ഉം ലീഗും കൃത്യമായി അവിടെ ഒരു വർക്ക് ചെയ്തു എന്നുള്ള സൂചന നോർത്തേൺ കേരളത്തിൽ, വടക്കൻ കേരളത്തിലുണ്ട് എന്നുള്ള സൂചനയും എക്സിറ്റ് പോൾ ഫലങ്ങളിലുണ്ട്. അപ്പോൾ ഈ വടക്കൻ കേരളത്തിലെ സ്ഥിതി അത് അവിടെ ആയിരിക്കും ഒരു പക്ഷേ LDF-ന് കൂടുതൽ ആശ്വാസം നൽകുക എന്നാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായും വടക്കൻ കേരളം തന്നെയാണ് LDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലവും. കാരണം കാസർഗോഡ് മുതൽ പാലക്കാട് വരെ, അല്ലെങ്കിൽ തൃശ്ശൂരിനടുത്ത് വരെയുള്ള പാലക്കാട് മണ്ഡലം വരെയുള്ള ഇടങ്ങളിൽ പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം അവരുടെ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ, ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം കൊഴുപ്പിക്കാൻ രംഗത്തിറങ്ങിയത് തന്നെയാണ് LDF-ൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിൻ്റെ ആണിക്കല്ലായി കണക്കുകൂട്ടുന്നത്. BJP-ക്ക് വലിയ സാധ്യതകൾ സംസ്ഥാനത്ത് പറയുമ്പോഴും വടക്കൻ കേരളത്തിലെ വോട്ടുകളിൽ കാര്യമായ പ്രഭാവം ചൊലുത്താൻ BJP-ക്ക് കഴിയില്ല എന്ന് എക്സിറ്റ് പോളുകൾ വ്യക്തമാവുന്നു. കാരണം ഈ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ വടക്കൻ കേരളത്തിലെ ഒരു സീറ്റും വരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഈ കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, വടകര, പാലക്കാട്, മലപ്പുറത്തെ 2 സീറ്റുകൾ എന്നിവയൊക്കെ പരിശോധിച്ചാലും ഇവിടെയൊന്നും കാര്യമായ വോട്ട് വിഹിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുമില്ല. കാരണം ഈ പലയിടങ്ങളിലും ശക്തമായ ദ്വന്ദ്വ പോരാട്ടം, കാരണം 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതായത് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം. ഓരോ വോട്ടുകളും പെറുക്കിയെടുത്ത് ആളുകളിൽ നിന്നും
നിന്നും സമാഹരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അതുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് വീതത്തിൽ കാര്യമായ വർധനവ് വരുത്താൻ പറ്റില്ലെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്ക ഉയർത്തുന്നു. കാരണം അവർ എക്സിറ്റ് പോളുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാ എക്സിറ്റ് പോളുകളിലും ഏതാണ്ട് സമാനമായ സ്വഭാവം വരുന്നു. കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതലായി സമാഹരിക്കുക UDF ആണ്. അതായത് UDFനാവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നത് തന്നെയാണ് ആശങ്കയ്ക്ക് നൽകുന്നത്. നമുക്കറിയാം ഈ മധ്യ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ അടക്കം BJPക്ക് ആ സീറ്റുകൾ ലഭിക്കുമ്പോൾ ആ സീറ്റുകൾ തെക്കൻ കേരളത്തിൽ നിന്നും കുറയുകയാണ്. പിന്നീട് അതിൻ്റെ കൂടെ മാറ്റം വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ന്യൂനപക്ഷ മേഖലകളിൽ പ്രത്യേകിച്ചും ഈ മുസ്ലിം മേഖലകളിലൊക്കെ വലിയ കടന്നുകയറ്റം നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ CPMനുണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ മുസ്ലിം വിരുദ്ധമായ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന നയങ്ങൾ അത് കൂടുതൽ വോട്ട് നേടി നൽകും. അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും കൃത്യമായി കേരളത്തിലെ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞത്, ഓരോ വിഷയത്തിലും ആദ്യം പ്രക്ഷോഭം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് CPM ആണ് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ആര് വരുമെങ്കിലും CPMൻ്റെ ഒരു സാന്നിധ്യം അനിവാര്യമാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ ഇത്തരം മുസ്ലിം വിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ CPM അനിവാര്യമാണ് എന്ന ഒരു വിലയിരുത്തൽ, അത്തരത്തിലൊരു പ്രചാരണം തന്നെയാണ് CPM നടത്തുകയും ചെയ്തത്. എന്നാൽ ആ പ്രചാരണം ഏശിയില്ല. പഴയ UDF തട്ടകത്തിലേക്ക് തന്നെ ഈ മുസ്ലിം വോട്ടുകൾ പോയിരിക്കാം എന്ന ഈ എക്സിറ്റ് പോൾ വിലയിരുത്തലുകൾ വലിയ ആശങ്ക ഒരു LDF ക്യാമ്പിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മറികടന്ന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ കഴിഞ്ഞ തവണ 40,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച കാസർഗോഡ് അടക്കം ഇത്തരത്തിലെ ഒരു കാറ്റിൻ്റെ മാറ്റിവീശൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ LDFനുണ്ട്. വയനാട് മണ്ഡലത്തിൽ എന്തായാലും നമുക്കറിയാം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ രാഹുൽ ഗാന്ധി വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിലും ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനെ ചോദ്യം ചെയ്യാൻ പര്യാപ്തമായൊരു പോരാട്ടം നടന്നില്ല എന്ന് നമുക്ക് മണ്ഡലത്തിൽ നിന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. പക്ഷേ K. സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അതിന് ആനുപാതികമായി ദേശീയ നേതാക്കളടക്കം വളരെയേറെ വന്ന് പ്രചാരണം നടത്തിയ ഒരു സ്ഥലം, അവിടെ അതിന് ആനുപാതികമായ ഒരു വോട്ട് വർധനവ് BJPക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഒപ്പം ആനി രാജ എന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് CPIയും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കും എന്ന ഒരു കൃത്യമായ വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ മൂന്നായി വോട്ടുകൾ തിരിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് എന്തായാലും പ്രവചിക്കപ്പെടുന്നത്. ഈ വയനാട്ടിൽ നിന്ന് ജയിക്കുകയും ലോക്സഭയിലേക്ക് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്യുമെന്ന പ്രചാരണം തന്നെ ഇപ്പോഴും UDF ക്യാമ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്രയേറെ പ്രാധാന്യമുള്ളൊരു മണ്ഡലമായാണ് UDF ഈ മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. ഒപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തിയാൽ ഈ കോഴിക്കോട്ട് മണ്ഡലം പരമ്പരാഗതമായി ഇടതു മണ്ഡലമാണ്. അതായത് നിയമസഭാ മണ്ഡലങ്ങളും മറ്റ് പഞ്ചായത്തുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ എന്നിവയൊക്കെ പരിശോധിച്ചാൽ LDFന് വലിയ മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതതിൻ്റെ UDF ചായ്വ് നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. 3 തവണ പിന്നിട്ടാണ് MK രാഘവൻ കണ്ണൂരിൽ നിന്നെത്തിയ ആദ്യ പുതുമുഖമായി എത്തിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇവിടുന്ന് MP ആയി തുടർന്ന്. അതുകൊണ്ട് ആ സീറ്റ് ഉറപ്പിച്ച് തന്നെയാണ് ഈ UDF ക്യാമ്പ് ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. യാതൊരു മാറ്റങ്ങളും ഒരു അട്ടിമറിയും വരില്ല എന്നവർ പറയുന്നു. പക്ഷേ ഈ പ്രചാരണത്തിലടക്കം ചില പാളിച്ചകൾ ഉള്ളതായി പിന്നീട് ജില്ലാ തലത്തിലൊക്കെ നടത്തിയ അവലോകനത്തിലുണ്ടായി. കാരണം പ്രവർത്തകരുടെ ഒരു കുറവ് ഈ പ്രവർത്തനത്തിന് കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായി. കാരണം ശക്തമായ പോരാട്ടം നടക്കുന്ന വയനാട് മണ്ഡലം ഒരു വശത്ത്, മറുവശത്ത് ശക്തമായ പോരാട്ടം നടന്ന വടകര എന്ന മണ്ഡലം മറ്റൊരിടത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കും പ്രചാരണത്തിനായി പോവുകയും MK രാഘവന് വേണ്ടി കളത്തിലിറങ്ങാൻ അധികം ആളുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ടായി. പക്ഷേ അതൊക്കെ മറികടന്ന് MK രാഘവൻ വിജയിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ ഒരു അട്ടിമറി ഇപ്പോഴും എളമരം കരിമിനെ കൊണ്ട് LDF പ്രതീക്ഷിക്കുകയാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ പാറ്റേണിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സമസ്തയിലടക്കം ഈ ലീഗിനെതിരായ ചില വികാരങ്ങൾ ഉയരുന്ന സാഹചര്യം, എളമരം കരീം ലോക്സഭയിൽ നടത്തിയ രാജ്യസഭയിൽ നടത്തിയ പ്രകടനങ്ങൾ എന്നിവയെല്ലാം രണ്ട് MP-മാർ തമ്മിൽ നടത്തിയ പോരാട്ടത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകമെന്ന് അവർ പറയുന്നു. പക്ഷേ പൊടി പാറുന്ന പോരാട്ടം ശരിക്കും നടന്നത് വടകരയിലാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റു മണ്ഡലങ്ങൾ നിശബ്ദതയിലേക്ക് പോയപ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ദൈനംദിന പരിപാടികളിലേക്ക് നീങ്ങിയപ്പോൾ ഇതൊന്നും ബാധകമാക്കി
തെരഞ്ഞെടുപ്പ് പ്രചരണം പോലെ തന്നെ ആവേശം ഇപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടക്കുന്ന ഈ SP ഓഫീസ് മാർച്ചുകളും തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളുമൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഒന്നിലധികം കേസുകൾ മുന്നണികൾ തമ്മിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒരുപാട് കേസുകൾ പ്രവർത്തകർ നൽകിയിരിക്കുന്നു. ഇതിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം ഈ 2 പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു കമ്പനി പോലീസ് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ശക്തമായ ഒരു മത്സരം നടന്ന ഇടമാണ് വടകരയിലെയൊക്കെ ഫലങ്ങൾ അത് ആകാംക്ഷയുടെ കാത്തിരിക്കുക. എന്നാലും ഞാൻ രാകേഷിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. രാകേഷേ, ഈ ടോട്ടൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം അത്ര ആശാവഹമല്ല എന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരി ഈ ഏരിയ തിരിച്ച്, പ്രദേശം തിരിച്ച് നോക്കുകയാണെങ്കിൽ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ഹിന്ദി ഹൃദയഭൂമി, ഇവിടെയൊക്കെ BJP കൃത്യമായിട്ടുള്ള മേധാവിത്വം തുടരുന്നു എന്ന് തന്നെയല്ലേ? അങ്ങനെ വേണം കരുതാൻ. കാരണം എൽദോ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ തേരോട്ടം തുടരുന്നു എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് UP ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. UPയിൽ കഴിഞ്ഞ തവണ NDA സഖ്യം നേടിയത് 64 സീറ്റാണ്. പക്ഷേ ഇത്തവണ അത് 71 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന പ്രവചനം വരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 7-8 സീറ്റുകൾ കൂടുതലായി വരുന്നു. അതിന് പുറമെ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ 29-ൽ 28 വിജയിച്ചു. അതിന് സമാനമായ പ്രകടനം ഇത്തവണയും കാഴ്ചവെക്കും എന്നാണ് പറയുന്നത്. ബീഹാറിലും രാജസ്ഥാനിലും സീറ്റ് കുറയാനുള്ള സാധ്യത NDA സംബന്ധിച്ചുണ്ട്. അപ്പോൾ പോലും ബംഗാളിൽ BJP നേട്ടമുണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ 18 എന്നുള്ളത് BJP 24 വരെ സീറ്റുകൾ നേടാം എന്നാണ് പ്രവചനം. മറ്റൊന്ന് ഒഡീഷയാണ്. ഒഡീഷയിൽ കഴിഞ്ഞ തവണ 8 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ 2 അക്കം കടന്നുകൊണ്ടുള്ള BJDയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാം, ഒരു 14 സീറ്റുകൾ വരെ നേടാമെന്ന പ്രവചനം വരുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ നേടാമെന്ന് പറയുന്നു. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന തവണ 7-8 സീറ്റുകളായി ഉയർന്നേക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് 2014-ൽ TDPയുമായുള്ള സഖ്യത്തിൽ 3 സീറ്റുകൾ വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ആ സഖ്യം വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതായത് TDP, BJP, ജനസേന പാർട്ടി, ഈ 3 പാർട്ടികളും ചേർന്നുള്ള സഖ്യം YSR കോൺഗ്രസിനെ കടപുഴക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. 25-ൽ 22 സീറ്റ് YSR കോൺഗ്രസിനായിരുന്നു കഴിഞ്ഞ തവണ എന്നുകൂടി ഓർക്കണം. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അവരുടെ പ്രകടനം, കഴിഞ്ഞ തവണത്തെ പ്രകടനം ഏതാണ്ട് അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. ഇത്തവണയും ഒരു സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യം അവിടെ നേടാൻ സാധ്യതയുള്ളതെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അങ്ങനെ അവരുടെ പരമ്പരാഗതമായി BJP ജയിച്ചു വരുന്ന അല്ലെങ്കിൽ NDA ജയിച്ചു വരുന്ന സീറ്റുകൾ നിലനിർത്തുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി കടന്നു കയറാൻ NDAക്ക് കഴിയുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. എൽദോ, റൈറ്റ്. എന്താണെങ്കിലും ആകെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് നൽകുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഒരു പ്രേക്ഷകൻ പ്രഭാഷാണ് കമൻറ്റ് ചെയ്തതുപോലെ, ആര് ജയിച്ചാലും വേണ്ടില്ല, നല്ല ഭരണം വേണം, ജനങ്ങളെ കൊള്ളടിക്കാത്ത ഭരണം ഉണ്ടാകട്ടെ എന്നുള്ള സാധാരണ വോട്ടറുടെ ആഗ്രഹം മാത്രം പങ്കുവെക്കാം എന്നുള്ളതിലും MS അനീഷ് കുമാറാണ് വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ പങ്കുവച്ചത്. മധ്യ കേരളത്തിൽ നിന്ന് ഡാനി പോളും ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്ന് MG മിഥുനും. മടങ്ങിയെത്താം അവരുടെ വേളയ്ക്ക് ശേഷം. മണ്ഡലങ്ങൾ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഫലമറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഒടുവിൽ കാത്തിരുന്ന് ആ ദിവസം ഇങ്ങ് അടുത്ത് എത്തുകയാണ്. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത് മറ്റാരുമല്ല, ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫാണ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം കുറെ, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഒരു ലാഗ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു റിസൾട്ട് വരുന്നതിന് വേണ്ടി. സ്ഥാനാർത്ഥികളെല്ലാം അതൊരു ആകാംക്ഷയും കാത്തിരിപ്പിലും ഒക്കെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫാണ്. ഒരു വലിയ ലാഗ് അല്ലേ? ഒരു നീണ്ട ലാഗായി പോയി. ലാഗെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലേ നമ്മളൊരു കാത്തിരിപ്പ്, ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തിന് വേണ്ടി. തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും ഓരോ സ്ഥലത്തുമൊക്കെ പോയി അത് പിന്നെ ഈ ഇത്രയും ബ്രേക്ക് ടൈം കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്ത്.
ഞാൻ പക്ഷേ എങ്ങും പോയില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും പരിപാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പെട്ടെന്നാണ് ഇത്രയും ദിവസം തീർന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു, നമ്മൾ എന്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉള്ളിന്റെ ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ, വന്നിട്ടില്ലല്ലോ, എന്താവുമായിരിക്കും എന്നൊക്കെ. അല്ല, ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. ആശങ്കകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ കാണില്ലേ, വന്നിട്ടില്ലല്ലോ, ഇനി അതിന് വരണമല്ലോ എന്നൊരു ചിന്ത. തീർച്ചയായിട്ടും അത് നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കും. അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വളരെ കൂളാണെന്നൊക്കെ പറയുന്നത് കളതരാണ്. എല്ലാവരുടെ മനസ്സിലും ബാധിക്കുന്നുണ്ടാവും. 101% അല്ലെങ്കിൽ 501% ഉറപ്പുള്ള കാൻഡിഡേറ്റ് ഇപ്പോൾ ആയിരിക്കാം രാഹുൽ ഗാന്ധിയൊക്കെ ചിലപ്പം ഒരുപക്ഷെ. എന്നിരുന്നാൽ പോലും ഒരു സ്വാഭാവികമായും പിന്നെ റിസൾട്ടിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹങ്ങൾ കാണും. ആരിഫിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് പോയത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ മോൾ അന്ന് എന്നോട് പരാതി പറഞ്ഞിരുന്നു, അച്ഛനെ കാണാനേ ഇല്ലായിരുന്നു, യാത്ര പോകാൻ പറ്റാറില്ല എന്ന്. വല്ലയിടത്തും പോയോ യാത്രയൊക്കെ? എങ്ങും പോയില്ല. പോകണമെന്നൊക്കെ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സംഭവം അടുത്ത ദിവസമായിട്ട് നീണ്ടു തീർന്നുപോയി. അവസാനമായി. എന്തായിരിക്കും 4-ാം തീയതി? ഉറപ്പായിട്ടും വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞങ്ങൾ ഈ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടൂർ പോകുമ്പോൾ ഞാൻ വൈഫിനെയും മോളെയൊക്കെ കൂട്ടാറുണ്ട്. മോൾക്ക് പരീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അവളുമായിട്ട് ടൂറൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പം സർക്കാരിന്റെ ചെലവിൽ ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം, പക്ഷേ നമ്മുടെ അക്കോമഡേഷൻ അവരുടെ ചെലവിൽ പൊക്കോളും. അപ്പം നമുക്ക് അങ്ങനെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. കാശ്മീർ മറ്റു സ്ഥലങ്ങളിലൊക്കെ കമ്മിറ്റി പോകുമ്പോഴൊക്കെ വൈഫിനും അതാണ് ആകെ കൂടെ കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മൾ ഈ പാർലമെന്റ് അംഗമായതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണം. അതാണ് പ്രധാന ഗുണം. അതാണ്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ പറഞ്ഞത്. അതായത് അടുത്ത പാർലമെന്റിൽ നിന്ന് അടുത്ത ടൂർ പോകുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പോകുമെന്നാ പറഞ്ഞത്. അത്രയും ആത്മവിശ്വാസമുണ്ട്. 101% ആത്മവിശ്വാസമുണ്ട്. ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പാർട്ടിയുടെ ഒരു കണക്കൂട്ടലുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഒരു അസംപ്ഷൻ എങ്ങനെയാണ്? പാർട്ടിയുടെ കണക്കൂട്ടലും വിലയിരുത്തലും നമ്മൾ ജയിക്കുന്നു തന്നെയാണ്. പിന്നെ എല്ലാ കണക്കുകൾക്ക് അപ്പുറമായി പല കണക്കുകളും വരാം. അപ്പോൾ നമുക്ക് കിട്ടും എന്ന് കണക്കാക്കിയ വോട്ടിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ചോർച്ചയുണ്ടോ, കിട്ടത്തില്ല എന്ന് കണക്കാക്കിയ ഏതെങ്കിലും വിഭാഗം നമുക്ക് കൂടുതലായി ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ കാലയളവിൽ മുഴുവൻ സമയം നടന്നിട്ടുള്ളത്. പക്ഷെ സാധാരണഗതിയിൽ പാർട്ടി റിസൾട്ടിനെ ബേസ് ചെയ്താണ് പിന്നെ മുഴുവൻ വോട്ടുകളും ചെയ്തോ ചെയ്തില്ലയോ അതൊക്കെയുള്ള സംബന്ധിച്ച് റിസൾട്ടിനെ ഓറിയന്റഡ് ആയിട്ടാണ്. അല്ലാതെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പരിശോധനയിലേക്ക് പോയിട്ടില്ല. മൊത്തത്തില് ഇത്തവണ എങ്ങനെയുണ്ട്? തൃപ്തികരമായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രവർത്തനത്തിന് ചിലയിടത്ത് തൃപ്തികരവും ചിലയിടത്ത് വേണ്ടത്ര വരാത്തതുമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് ഇലക്ഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് പരിശോധിക്കും. അത് ജയിച്ചാലും തോറ്റാലും എല്ലാ ഘടകങ്ങളിലും പാർട്ടിക്ക് അങ്ങനെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ എന്തായാലും ഈ അടുത്ത ദിവസം വോട്ട് എണ്ണുന്ന ദിവസം എവിടെയായിരിക്കും? വീട്ടിൽ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? ഇല്ല, സാധാരണഗതിയിൽ ഞാൻ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഒന്ന് വന്നിട്ട് നേരെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഹൗസിൽ പോയിരിക്കും. അവിടെയാണ് ഇരിപ്പ്. ഡീസലുണ്ടാവും. അപ്പൊ എന്തായാലും ആശംസകള്. നമുക്കറിയാം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഗൗരിയമ്മയെ അട്ടിമറിച്ചുകൊണ്ട് ചേർത്തലയിൽ നിന്ന് ഒരു യുവാവായി മത്സരിച്ച് കയറിയ ആളാണ്. ഇപ്പോ വീണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെയായി അഭിമുഖീകരിക്കുകയും ചെയ്തു. ഇത്തവണയും അല്ലെ 20-1 ജയിച്ചു. അതെ, കഴിഞ്ഞ തവണത്തെ കണ്ണിലൊരു തരി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയ ആ ചുവപ്പാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ആ ചുവപ്പ് ഇത്തവണയും അണയാതെ കൂടുതൽ ആളുകളുമായി ആളിക്കെത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അല്ലെ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഭയങ്കര ചൂടായിരുന്നു. എന്തായാലും അല്ലെ, ചൂടൊരു ഭീകര ചൂടായിരുന്നു. ഇപ്പൊ ഒന്ന് തണുത്തു തുടങ്ങി, മഴയും പെയ്തു. അതാണ് എന്തായാലും ഒരു നല്ല മഴക്കാലത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്. ആ ഫലം വരുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആകാംക്ഷയും ആന്തലും ഒക്കെ ഉണ്ടാകും. എന്തായാലും അത് AMRF മറച്ചു വെക്കുന്നില്ല. തനിക്കും അത്തരം ആകാംക്ഷകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോട്ടയത്ത് വിജയം ഉറപ്പ് എന്നാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. ഭൂരിപക്ഷം എത്ര എന്നത് പ്രസക്തമല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ജനം UDFന് വോട്ട് ചെയ്തു എന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറയുന്നു.
തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന് തന്നെ പറയാം. എന്നോടൊപ്പമുള്ളത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ഒരു പ്രതീക്ഷ? പ്രതീക്ഷ തുടക്കം മുതൽ ഇപ്പോൾ അവസാനം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ്. കോട്ടയത്ത് UDF വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയില്ല, പരാജയപ്പെടുമെന്നുള്ളൊരു ആശങ്കയില്ല. അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മും വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് എല്ലാവർക്കും വിജയിക്കണമെന്നാണല്ലോ. അപ്പോൾ അവരങ്ങനെ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ആശിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. സ്വാഭാവികമായിട്ടും അവരും പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും വിജയപ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം, ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയം, അതിൽ തന്നെ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ എതിർപ്പ്, UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും വിലയിരുത്താൻ കഴിഞ്ഞതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, കോട്ടയത്ത് മാത്രമല്ല 20 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരുപാട് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം. അത് ബാധിക്കുമോ? അതിപ്പോൾ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായി വിലയിരുത്തണമെന്ന് റിസൾട്ട് വരണം. ഏതൊക്കെ ബൂത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് വോട്ട് കൃത്യമായി കുറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും കുറവ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമ്മുടെ ഒട്ടേറെ വോട്ടർമാർ നാട്ടിലില്ല എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും 10-100 വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാവരും തന്നെ വിദേശത്തേക്ക് ജോലിയോ പഠനത്തിനോ ഒക്കെ ആയിപ്പോയി. ആ വോട്ടുകളൊന്നും തന്നെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ പോലും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വോട്ട് കുറവ് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതായി തോന്നാം. പക്ഷേ കുറവ് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ടെന്നാണ്, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് കൃത്യമായി വോട്ടെണ്ണിയാൽ മാത്രമേ മനസ്സിലാവൂ. എത്ര ഭൂരിപക്ഷം എന്നൊരു കണക്കുകൂട്ടലുണ്ടോ? അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭൂരിപക്ഷം ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷം നേടി മറ്റുള്ളവരെയൊക്കെ നിലം പരിശാക്കുക എന്നുള്ള അവകാശവാദമൊന്നുമില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ വിജയിച്ചാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ നൽകുന്നത്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏൽക്കാൻ പോകുന്നത്. അത് നല്ല നിലയിൽ നടത്തുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈബ്സ്. ഈ അവയവക്കടത്ത് കേസിൽ ഹൈദരാബാദിൽ നിന്നും പിടിയിലായ മുഖ്യപ്രതി ബല്ലം രാംപ്രസാദ് കൊണ്ടയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാൾക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഹൈദരാബാദിന് പുറമെ ഡൽഹി, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ അവയവക്കടത്ത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ദിനംപ്രതി പുറത്തെത്തുകയും ചെയ്യുന്നു. അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്താണ്? അവർ എത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? എൽദോ, 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിയിലായ ബല്ലം രാമപ്രസാദ് കൊണ്ട ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. കാരണം ഇയാൾ ഡോക്ടർ എന്ന രീതിയിൽ തന്നെ പലരെ സമീപിക്കുന്നു, പലർക്ക് പിന്നീട് അവരെ മറ്റ് ദാതാക്കളാക്കി മാറ്റുന്നു. ഇങ്ങനെ പല രീതിയിലും ഇയാൾ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലും ഇറാനിലും ഇയാൾ ഈ ഇരകളുമായിട്ട് യാത്ര ചെയ്യുന്നു, ഇവരെ സംഘടിപ്പിച്ച് നൽകുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന്, അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഹൈദരാബാദിൽ പോലീസ് സംഘം എത്തി 2 ദിവസത്തോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടുന്നതും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇനിയും പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാകാനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ അറസ്റ്റോടുകൂടി പലരും ഇപ്പോൾ ഈ നിലവിലെ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന മധു, അയാൾ ഇറാനിൽ തുടരുകയാണ്. കൊച്ചി സ്വദേശിയാണ്. അയാൾ ഇറാനിൽ തുടരുകയാണ്. ഇയാളെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. ഇയാൾക്ക് വേണ്ടി ഇന്റർപോളിൻ്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇതിൽ അടുത്ത പടിയായിട്ട് ഇയാൾക്ക് വേണ്ടിയുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൂടി ആയിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ മുഖ്യ കണ്ണികളെല്ലാം തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ
ഹൈദരാബാദിന് പുറമെ ഇന്ത്യയിലെ തന്നെ മറ്റ് പ്രമുഖ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഏജന്റുമാരുണ്ടായിരുന്നു. അവിടെയും ഓപ്പറേഷൻസ് ഇവർക്ക് വേണ്ടി നടന്നിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഡൽഹിയിലും ബംഗളൂരുവിലും ഈ രീതിയിലുള്ള സംഘങ്ങളുണ്ടായിരുന്നു. ആശുപത്രികൾ ചിലർ ഇവരുമായി സഹകരിച്ചിരുന്നു. അവരുടെ ഒരു ബിസിനസ് സെൻ്ററാക്കി ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം സമഗ്രമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് റൂറൽ SP വൈഭവ് സക്സേന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ അവയവ കടത്തലിനെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും പറയുന്നത് ഒരു മലയാളി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയായ ഷമീർ മാത്രമാണ് ഇതിലുണ്ടായിരുന്നതെന്നാണ്. ഇയാളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങളിലേക്ക് ചെന്നിട്ടില്ല. അതോടൊപ്പം മറ്റൊന്ന്, ഈ ദാതാക്കൾക്ക് വളരെ കുറഞ്ഞ തുക മാത്രമേ നൽകിയിരുന്നുള്ളൂ. പക്ഷേ അതവരുടെ തുടർ ചികിത്സയ്ക്ക് മതിയായിരുന്നില്ല എന്ന ഒരു വസ്തുതയുമുണ്ട്. പലർക്കും ഇങ്ങനെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് പോലും സംശയമുണ്ട്. തുടർ ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പണം മുഴുവനായി നൽകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ചികിത്സയ്ക്ക് പോകാൻ കഴിയാതെ വന്നിട്ട് അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചെല്ലാം തന്നെ ആശങ്ക നിലനിൽക്കുന്നു. പലരെയും അന്വേഷിച്ച് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തതും ഈ ദുരൂഹത ഇതിനോട് അടുത്ത് നിൽക്കുന്നതുമാണ്. എൽദോ. റൈറ്റ്, ജാനിപ്പോറാണ് കൊച്ചിയിൽ നിന്നും ചേർന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചുവെന്ന് പരാതി. അനസ്തീഷ്യ അമിതമായി നൽകിയതാണ് മരണകാരണമായി ബന്ധുക്കൾ ആരോപിക്കുന്നത്. അരിമ്പ്ര സ്വദേശി കൊടക്കാട് നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിലാണ് മരിച്ചത്. കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വായിൽ കമ്പ് കൊണ്ട് മുറിവുണ്ടായിരുന്നു. അതിൻ്റെ ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചുവെന്നും തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ കുട്ടി മരിക്കുകയും ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് പ്രശ്നത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കുട്ടി മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി. എന്നാൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നു. കുട്ടിക്ക് കളിച്ചുകൊടുക്കുമ്പോൾ അണ്ണാക്ക് ചെറിയൊരു കമ്പുത്തി ചെറിയൊരു മുറിയുള്ളൂ. ഇനി അത് കാണാൻ പറ്റുന്ന കുളത്തിലുണ്ടായിരുന്നേ. അപ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായ ഞങ്ങൾ മേഴ്സി ഹോസ്പിറ്റലിൽ കൊടുന്നതാണ്. മേഴ്സി ഹോസ്പിറ്റലിൽ കൊടുന്ന് അവർ പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ച്. അപ്പോൾ അതിന് ശേഷം അവർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഓരോട് പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ പറഞ്ഞ് 15,000 റുപ്യയും മരുന്നിൻ്റെ ചിലവ് വേറെയും വരും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ ഒരു തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു അനസ്തേഷ്യന് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അനസ്തേഷ്യന് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർ എത്തിയിട്ടില്ല, വരണം, വീട്ടിലാണ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ അത് വന്നോട്ടെ എന്ന് പറഞ്ഞു. വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇപ്പോഴും ഈ കുട്ടി മരിച്ചെന്ന് പറഞ്ഞ അതിൻ്റെ മുന്നേ ഡോക്ടർ വന്നിട്ടില്ല. അനസ്തേഷ്യൻ്റെ അളവ് ഇവർക്ക് കൂടിയതാണ്. അല്ലാതെ ആ കുട്ടിക്ക് ഒരു അസുഖം ഇവർ പറഞ്ഞ് പിന്നെ ഒരു അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞു. കുട്ടിക്ക് ഒരു അസുഖം ഒന്നും ഉണ്ടായിട്ടില്ല. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. വാൽപ്പാറയ്ക്ക് സമീപം പുതുഗഡു എസ്റ്റേറ്റിലെ കോളേജ് വിദ്യാർത്ഥി മുകേഷാണ് മരിച്ചത്. വാൽപ്പാറയിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. പുതുഗഡു എസ്റ്റേറ്റിന് സമീപം 2 കാട്ടാനകൾ നിൽക്കുന്നത് കണ്ട് മുകേഷ് വാഹനം നിർത്തിയപ്പോൾ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സന്തോഷിനും പരിക്കേറ്റു. മുകേഷിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പങ്കുമില്ലെന്ന CPM കഞ്ഞിക്കുഴി സെക്രട്ടറി രാധാകൃഷ്ണൻ. പ്രതികൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, മാധ്യമങ്ങൾ നടത്തുന്നത് നുണപ്രചാരണമാണെന്നും പ്രസ്താവനയിലൂടെ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവവും രാവിലെ 9:30 എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവവും ഉണ്ടാകും. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകുമ്പോൾ സ്കൂൾ വിപണിയിലും അവസാനവട്ട തിരക്കാണ്. കാലവർഷം ശക്തമായി തുടരുന്നതിൻ്റെ ആശങ്ക വിപണിക്കുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക. റിപ്പോർട്ടിലേക്ക്.
നല്ല ഞാൻ കുട ഇങ്ങനെ മറ്റേ ഇതുള്ളത് കവർ ഇങ്ങനെയുള്ളത് കുട റേറ്റ് ബാഗ് ഉണ്ട്, പിന്നെ ഇത് ബാഗിൻ്റെ കവറുണ്ട്, റെയിൻ കവറുണ്ട്, പെൻസിൽ പേന അങ്ങനെയൊക്കെ അങ്ങനെ കുറേ മേടിച്ചു. കുടകളുടെ നിറങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം കുരുന്നുകൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ വിലയുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾ ഒന്നും അടിയും. കാരണം കുട മാത്രം വാങ്ങിയതുകൊണ്ട് കാര്യമില്ല. പുതിയ ബാഗ്, പുസ്തകങ്ങൾ, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടതാണ്. ഇതിനെല്ലാം പുറമെ യൂണിഫോമിൻ്റെ കനത്ത ബില്ല് വേറെയുമുണ്ട്. സ്കൂൾ പ്രവേശനോത്സവം കുറച്ച് ചിലവുള്ളതാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ പറ്റില്ലല്ലോ. ഇത്തവണ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇയർ കൊറോണയുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ അധികം ഒന്നും മേടിച്ചില്ല. പിന്നെ ഇത്തവണ ഇത്തിരി നല്ല ഹെവി പർച്ചേസിങ്ങിന് വേണ്ടി തന്നെ ഇറങ്ങിയേക്കാണ് സാധനങ്ങൾ. കുഴപ്പമില്ല, എനിക്ക് ഏതായാലും ഇയാൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താകുമ്പോൾ എല്ലായിടത്തും ഒരുപാട് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. നല്ല ആളുകൾ കൂടുതൽ ഈ ഭാഗത്തൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത്. വിലകൾ ഇപ്പോൾ പൊതുവെ എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റഡ് ആയ സ്ഥലത്തല്ലേ നമ്മൾ വരുള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങൾ അന്വേഷിച്ച് വരുന്നവരും ബജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ തേടുന്നവരും ഒരുപോലെയുണ്ട് കടയിൽ. നല്ല ബാഗ് നമ്മളിവിടെ ലോക്കൽ തയ്ക്കണ ബാഗൊക്കെ ഉണ്ട്. നമ്മൾ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് കൂടുതൽ ആള് അതിൻ്റെ താഴെയുള്ളത്. ബ്രാൻഡഡ് വരുമ്പോൾ എങ്ങനെയായാലും 1000 above വരും. അപ്പം ഒരു 4 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആകുമ്പോൾ ബഡ്ജറ്റ് താങ്ങൂല. ബുക്ക്, പേന, റെയിൻകോട്ട് എല്ലാം കൂടി കസ്റ്റമർക്ക് വലിയ ബഡ്ജറ്റാവും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണ്. എളമക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ തുറക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി നെടുങ്കണ്ടം 3rd ക്യാമ്പ് സ്കൂളിലെ കുരുന്നുകൾ. ഇനി മുതൽ പഠനം മാത്രമല്ല, കളിയും ഹൈടെക് ആണ്. അതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ പ്രൈമറി സ്കൂളുകളിലെ ആദ്യ ടർഫ് 3rd ക്യാമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. മഴ പെയ്താൽ ചെളി നിറയുന്ന കളിക്കളം 3rd ക്യാമ്പിലെ കുരുന്നുകൾക്ക് എന്നും സങ്കടക്കാഴ്ചയായിരുന്നു. ഇനി ചെളി നിറഞ്ഞ കളിക്കളം ഇവിടെയില്ല. ആർട്ടിഫിഷ്യൽ പുല്ല് വിരിച്ച ആധുനിക ടർഫ് തയ്യാറായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ പഞ്ചായത്ത് അനുവദിച്ച 13 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ടർഫ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ 3rd ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂള് പ്രവേശനോത്സവത്തിന് അതിഭയങ്കരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി തന്നെ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കായിക പ്രേമികൾക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 13 ലക്ഷം രൂപയും മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായി തന്നെ ഒരു LP സ്കൂളിൽ ഒരു ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഏതാണ്ട് ഒരു 10 ദിവസത്തോടുകൂടി നമ്മുടെ ടർഫിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടും. അതോടൊപ്പം തന്നെ അക്കാദമിക കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഈ വർഷം ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ LSSന് 10ഓളം കുട്ടികൾ നല്ല വിജയപ്രതിഭയോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ അധ്യയന വർഷത്തിലും നമ്മൾ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സ്കൂളിലെ പരിസ്ഥിതി സൗഹൃദ പാർക്കും ആധുനിക പഠനാന്തരീക്ഷത്തിനുമൊപ്പം ടർഫും കുട്ടികൾക്ക് പ്രിയങ്കരമാകുമെന്നുറപ്പാണ്. ന്യൂസ് 18 ഇടുക്കി. 23ഉം 17ഉം 30 ആകുമോ? ആകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. കണ്ണൂർ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ധ്യാൻ കൃഷ്ണയ്ക്ക് ലഭിച്ച ഉത്തരക്കടലാസിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വിചിത്രമായിട്ടുള്ള കണക്ക്. കണ്ണൂർ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ധ്യാൻ കൃഷ്ണയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ 9 A+ഉം 1 Aയും. A ലഭിച്ചതാകട്ടെ ഇഷ്ടവിഷയമായ ബയോളജിക്കും. ധ്യാന്റെ പിതാവ് പുനർമൂല്യനിർണയത്തിനും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു. തുടർന്ന് തപാലിൽ വന്ന ഉത്തരക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് വിചിത്രമായ കണക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ എന്തെങ്കിലും A+ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ പേപ്പർ വാങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോക്കാമെന്ന്. അങ്ങനെ ഇതിന് പേപ്പറിന് തന്നെ അപേക്ഷ കൊടുത്തു. അപ്പം ഇങ്ങനെ റിവാലുവേഷനിലും കൊടുത്ത് കിട്ടി. അപ്പോഴാണ് ഇത് കണ്ടത്. 40 മാർക്ക് മൊത്തത്തിൽ. പക്ഷേ 23ഉം 17ഉം കൂട്ടി 30 എന്നിട്ടത്. അങ്ങനെ ഇത് കണ്ടു, ഇത് കൊടുക്കണമെന്ന് തോന്നി. പഠിക്കാൻ മിടുക്കനായ മകന് A+ നഷ്ടമായതിന്റെ വേദനയിലിരിക്കുമ്പോഴാണ് ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടുന്നത്.
മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങുകൾ നടത്തിയപ്പോൾ ധ്യാൻ കൃഷ്ണയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു. ധ്യാനിന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ മൂല്യനിർണ്ണയത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ടീച്ചർ കണ്ടു, ടീച്ചർ ഇത് കവർ പൊട്ടിച്ചിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മൾ കണ്ടപാട് ഇവർ പറഞ്ഞു, പിന്നെ ഇത് ഇത്രയും മാർക്ക് അവർക്ക് എന്തായാലും നല്ല പണി കിട്ടും എന്നെല്ലാം പറഞ്ഞു ആ സമയത്ത്. എനിക്കും ഇത് ഉള്ളിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു ഇത് SPC ഇവന് ഒരു ഗ്രേസ് മാർക്ക് പോലും ഇല്ല. ഇവര് സാധാരണ അല്ല SPC അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇവന് 9 ഇങ്ങോട്ട് ചേർത്തതുകൊണ്ട് SPCക്കൊന്നും ചേരാനൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാണ്ടാണ് ഇവൻ ഈ ബാക്കിയില്ല A+ വാങ്ങിയത്. ന്യൂസ് 18 തളിപ്പറമ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പാലക്കാട് അരിവാൾ രോഗം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 മരണവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയതാണ്. ഈ അരിവാൾ രോഗ നിർമ്മാർജ്ജനം തുടരുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് അട്ടപ്പാടിയിൽ 2 പേരുടെ മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അരിവാൾ രോഗികളുള്ളത് പക്ഷേ വയനാട്ടിലാണ്, 1050 പേർ. അട്ടപ്പാടിയിലുള്ളത് 128 പേരാണ്. ഇതാണ് സർക്കാർ കണക്ക്. എന്നാൽ അനൗദ്യോഗിക കണക്ക് ഇതിലും ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനേഷ് കുമാർ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ കോശ രോഗം അത് അത്രമാത്രം ഗുരുതരമായിട്ട് സാഹചര്യമൊന്നും പലപ്പോഴും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലാണ് 2 യുവതികൾ, അത് 30 വയസ്സിൽ താഴെയുള്ള 2 യുവതികളാണ് എന്ന് ഓർക്കണം, അപ്പോൾ അവരുടെ മരണം സംഭവിച്ചത്. ഈ നിർമ്മാർജ്ജനം അത് ഒരു തരത്തിലും പൂർണ്ണമായി ഫലവത്തായിട്ടില്ല എന്നാണോ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്? എൽദോ 2023 കേന്ദ്ര ബജറ്റിലാണ് 2045 അരിവാൾ രോഗം പൂർണ്ണമായും രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രത്യേക പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അട്ടപ്പാടിയിൽ 2 മരണമുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം 3 മരണം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അരിവാൾ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ച ആളുകൾ കൂടുതലുള്ളത് 1000-ന് മുകളിലുള്ളത് വയനാട്ടിലാണ്. ഇവിടെ 128 കേസുകളാണ് ഔദ്യോഗിക കണക്കുള്ളത്. മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ ഇത് എടുത്തു പറയേണ്ടത് എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും ഈ അസുഖമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ പ്രാക്തന ഗോത്രവർഗം, പ്രത്യേകിച്ച് കാടുമായി കൂടുതൽ ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രാക്തന ഗോത്രവർഗത്തിനൊന്നും ഇത്തരത്തിൽ ഈ അരിവാൾ രോഗം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് പ്രധാനമായും ആദിവാസികളും ഒപ്പം തന്നെ ചെറിയൊരു ന്യൂനപക്ഷം വിഭാഗം വയനാടൻ ചെട്ടിമാർക്കിടയിലുമുണ്ട്. എന്തായാലും അട്ടപ്പാടിയിൽ കഴിഞ്ഞ 2 മരണം സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ കൃത്യമായി ഒരു പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. അതായത് വാഹനങ്ങളൊന്നും പോകാത്ത ആദിവാസി ഊരുകളിൽ ഇതിന്റെ യാതൊരു തരത്തിലുള്ള പരിശോധനയും നടക്കുന്നില്ല. സ്വാഭാവികമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 1200 ഒക്കെ എത്രയോ മടങ്ങ് കൂടുതൽ ആളുകൾക്ക് ഒരു പക്ഷേ അരിവാൾ രോഗം ഉണ്ടാവും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് രോഗനിർണയം നടത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമായും രോഗനിർണയം നടക്കണമെങ്കിൽ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ സഞ്ചരിക്കുന്ന സംവിധാനം, അതായത് ഈ ടെസ്റ്റ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ സാധാരണ നിലയിൽ ആദിവാസി ഊരുകളിൽ എത്തുകയാണ് പതിവ്. അതും വാഹനം പോകാത്ത ആദിവാസി ഊരുകളിലൊന്നും ഇത് എത്തുകയില്ല. അട്ടപ്പാടിയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഈ ഒരു കണക്കുകളൊന്നും നമുക്ക് കൃത്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ എത്രയോ മുകളിലായിരിക്കും. അട്ടപ്പാടിയിൽ 2 പേർ മരിച്ചു. ഇപ്പോഴും അവിടെ 128 പേർ ചികിത്സ തേടുന്നു എന്നുള്ളതാണ് കണക്ക്. മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായി 2014 ഇത് അരിവാൾ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിനെ ഗൗരവമായി കാണാത്തത് കൊണ്ടുമാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വള്ളിയും സൗമ്യയും അട്ടപ്പാടിയിലുള്ളവർ മരിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം 25-ഉം 26-ഉം വയസ്സുള്ള യുവതികളാണ് മരിക്കുന്നത്. ആരോഗ്യമുള്ളവരാണ്. ഇതിലൊരു പ്രധാന കാരണം ജനിതകമായ പ്രശ്നങ്ങളാണ്. കാരണം ഈ നമ്മുടെ ശരീരത്തിലുള്ള ഈ ചുവന്ന രക്താണു അരിവാൾ കണക്കെ വളയുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പോഷകാഹാരക്കുറവ്, കൃത്യമായ പോഷകാഹാരം ലഭിക്കാത്ത മേഖലകളിലുള്ള ആളുകളും പോഷകാഹാരം കഴിക്കാത്തവർക്കിടയിലുമാണ് ഇത് വ്യാപിക്കുന്നതും. ഇത് തടയാനാവാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. എന്തായാലും അതീവ ദുഃഖകരമാണ് അട്ടപ്പാടിയിലെ അവസ്ഥ. അവിടെ കൂടുതൽ കേസുകളുണ്ട്. ഇനിയെങ്കിലും സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 2 മരണം പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിനേഷ്, ഈ ഇപ്പോൾ വിനേഷിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കൂടുതൽ ഇനിയും ഊർജിതമായി പ്രവർത്തിക്കേണ്ടത് വയനാട്ടിലാണല്ലോ. ഈ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അപ്പോൾ വയനാട്ടിൽ ഈ മരണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അപകടകരമായിട്ടുള്ള സാഹചര്യമല്ല എന്ന് പലപ്പോഴും നമ്മൾ കരുതുന്നുവെങ്കിൽ പോലും
കൂടുതൽ പ്രവർത്തനങ്ങളുടെ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു നീക്കം ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാവുന്നുണ്ടോ? ആരോഗ്യവകുപ്പിനാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് ഈ 2 മരണങ്ങൾ സംഭവിച്ചപ്പോൾ. തീർച്ചയായും ഇത് വയനാട്ടിലാണെങ്കിൽ ഇത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഇത് രോഗനിർണയത്തിനുള്ള ഒരു സംവിധാനമുണ്ട്. എങ്കിൽ പോലും ഇത് അന്തിമമായി ഇത് കോഴിക്കോട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വയനാട് നിന്നുള്ള ഇതിന്റെ സാമ്പിളുകൾ സ്വീകരിക്കുകയും അധികവും കോഴിക്കോട് പത്തോളജി വിഭാഗത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം അടിസ്ഥാന സൗകര്യ വിപുലീകരണം അവിടെ നടക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പോലുമില്ല. ഒരു അടിയന്തര ചികിത്സയ്ക്ക് ആദിവാസി ഇപ്പോഴും ചുരമിറങ്ങണം. ആദിവാസികൾ മാത്രമല്ല, അവിടുത്തെ ജനത ചുരമിറങ്ങേണ്ട ഒരു ഗതികേടുണ്ട്. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആയി പ്രഖ്യാപിക്കുകയല്ലാതെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരു മെഡിക്കൽ കോളേജിന്റെ ഇല്ല. ഇങ്ങനെ ആദിവാസികൾക്കിടയിൽ എൽദോ ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ 2014 ഇത് കണ്ടെത്തിയത് മുതൽ ഇങ്ങോട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കേസുകളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെപ്പോലെ ഒരു അസുഖം വരുമ്പോൾ കൃത്യമായ ആശുപത്രിയിൽ പോവുകയും മരുന്ന് വാങ്ങിക്കുകയും അതനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യാത്തൊരു വിഭാഗമാണ് ആദിവാസികൾ. പ്രത്യേകിച്ച് പണിയ വിഭാഗമാണ് വയനാട്ടിലുള്ളത്. അട്ടപ്പാടിയിലേക്ക് എത്തുമ്പോൾ അവിടെ മുള്ളുക്കുറുമർ, പാലുക്കുറുമർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഇവരൊന്നും കൂടുതൽ പുറം ലോകവുമായി ബന്ധപ്പെടാത്ത ആദിവാസികൾ അധികം ആശുപത്രിയിൽ പോവുകയോ ഇതിന്റെ രോഗനിർണയം നടത്തുകയോ ഇതിന്റെ ചികിത്സ തേടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തുകയും ഇവരുടെ രോഗലക്ഷണങ്ങൾ പരിശോധിക്കുകയും ഇവരെ യഥാസമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. വയനാട്ടിലൊക്കെ ആദിവാസികൾക്കിടയിൽ കൃത്യമായ ഒരു പ്രവർത്തനം ഈ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും നടത്തി വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എന്തായാലും അതിന് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കേസുകൾ ഇതൊന്നുമല്ല, ഇതിന്റെ എത്രയോ അടങ്ങാണ് കേസുകൾ. മിക്കവാറും ഇത്തരത്തിലുള്ള മരണങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വയനാട്ടിലെ മിക്ക കോളനികളിൽ ഒരു കാലത്ത് പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. എനിക്ക് അന്ന് നമുക്കറിയാവുന്ന ഈ മുട്ടിൽ വിവേകാനന്ദ ആശുപത്രിയിൽ ഉൾപ്പെടെയാണ് ആദിവാസികൾക്ക് ഇതിനുള്ള പ്രത്യേക ചികിത്സാ സംവിധാനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ രോഗം വ്യാപിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. എന്തായാലും ഒരു ഗോത്ര ജനതയെ കാർന്നു തിന്നുന്ന ഇത്തരം രോഗങ്ങൾക്കെതിരെ ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒരു ആരോഗ്യ വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കുക തന്നെ വേണം. എക്സാക്ട്ലി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സൂചിപ്പിച്ചതുപോലെ വീഴ്ച സംഭവിച്ചുവെങ്കിൽ അത് തിരുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. ഊർജിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഫുട്ബോൾ ആരാധകർക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായിരുന്നു. അവിടെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൻ്റെ ഫൈനലായിരുന്നു. റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ 15ാം തവണ റയൽ മാഡ്രിഡ് കിരീടം സ്വന്തമാക്കി. എതിരില്ലാത്ത 2 ഗോളിനാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. 15ാം തവണ കിരീടം സ്വന്തമാക്കിയപ്പോൾ ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. അതിനുശേഷം 74ാം മിനിറ്റിൽ ഡാനി കാർവഹാലും 83ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറും സ്പാനിഷ് ഭീമന്മാർക്ക് വേണ്ടി ഗോളുകൾ നേടി. 2022 ഏറ്റവും ഒടുവിൽ റയൽ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുന്നത്. ഒരിടവേളയിലൂടെ പോവുകയാണ് മോർണിംഗ് വൈബ്സ്. പ്രത്യേകിച്ച് BJPയുടെ ഇത്തവണത്തെ മുദ്രാവാക്യം തന്നെ 400